പാലച്ചുവടിൽ റോഡിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സദാചാരക്കൊലയെന്ന് പോലീസ്. അനാശാസ്യം ആരോപിച്ച് യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിക്കുകയായിരുന്നുവെന്നും ഈ മർദ്ദനത്തിനിടെ യുവാവ് കൊല്ലപ്പെടുകയായിരുന്നു. പെണ്ണല ചക്കരപ്പറമ്പ് സ്വദേശി ജിബിൻ ടി വർഗീസിനെയാണ് റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച പുലർച്ചെ 4:30-യോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പ്രദേശവാസികളായ 13 പേരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവരിൽ 4 പേർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരുടെ അറസ്റ്റ് വൈകുന്നേരത്തോടെ രേഖപ്പെടുത്തും. അനാശാസ്യം ആരോപിച്ച് പിടികൂടിയ യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിക്കുകയും പിന്നീട് ഇയാൾ ബോധരഹിതനായപ്പോൾ റോഡിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. പ്രാഥമിക പരിശോധനയിൽ ജിബിന് മർദ്ദനമേറ്റതായി പോലീസിന് മനസ്സിലായിരുന്നു. തലയിലേറ്റ മുറിവ് വാഹനാപകടത്തിലുണ്ടായതല്ല എന്നും പോലീസ് മനസ്സിലാക്കിയിരുന്നു. മരണം സംഭവിക്കുന്നതിന് തലേന്ന് രാത്രി 1 മണിയോടെ ഒരു ഫോൺ കോൾ വരികയും തുടർന്ന് വീട്ടിൽ നിന്ന് സ്കൂട്ടറുമായി ജിബിൻ പുറത്തേക്ക് പോവുകയുമായിരുന്നു എന്ന് കുടുംബം പോലീസിന് മൊഴി നൽകിയിരുന്നു. ജിബിനെ വിളിച്ചു വരുത്തി കൊന്നതാണെന്ന സംശയവും പോലീസിനുണ്ട്. മൃതശരീരത്തിന്റെ തൊട്ടടുത്തായി ഇയാളുടെ സ്കൂട്ടർ മറിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. പുലർച്ചെ 4 മണിയോടെ പ്രഭാത സവാരിക്ക് പോയവരാണ് മൃതദേഹം കണ്ടത്. ബർമുഡയും ഷർട്ടും ധരിച്ച യുവാവിന്റെ നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവും പുറത്ത് പരിക്കുകളുമുണ്ടായിരുന്നു. മുഖത്ത് രക്തം വാർന്നൊലിച്ച നിലയിലായിരുന്നു. സ്കൂട്ടർ മറിഞ്ഞുകിടന്നിരുന്നുവെങ്കിലും കേടുപാടുകൾ ഉണ്ടായിരുന്നില്ല. ഇതാണ് കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടിയത്. വാഴക്കാലയിലെ ഒരു വീട്ടിൽ അർദ്ധരാത്രി യുവാവ് ചെന്നിരുന്നതിനെ കുറിച്ച് ജിബിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവിടം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മർദ്ദനമേറ്റതായ സൂചനകൾ ലഭിച്ചു. ജിബിൻ ഈ വീട്ടിൽ വരുന്നതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ അടിപിടിയിലാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. ഓട്ടോറിക്ഷയുടെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ജിബിൻ സംഭവം നടന്ന വീട്ടിൽ വന്ന സ്കൂട്ടർ മറ്റൊരാൾ ഓടിച്ചുകൊണ്ടുപോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി. അന്വേഷണം ഊർജിതമാക്കുന്നതിന് സ്ക്വാഡുകൾ രൂപവൽക്കരിച്ചതായി സംഭവസ്ഥലത്തെത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ S. സുരേന്ദ്രൻ പറഞ്ഞു. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ഇലക്ട്രീഷ്യനായി ജോലി നോക്കുകയായിരുന്നു ജിബിൻ. പ്രതികളെന്ന് സംശയിക്കുന്ന എല്ലാവരെയും CCTV ക്യാമറ വഴി പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 4 മണിയോടെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടത്. ഫോൺ കോളുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. 15ഓളം പേർ കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് പോലീസ് പറയുന്നത്. മൃതദേഹത്തിൽ മർദ്ദനം ഏറ്റതിന്റെ പാടുകളുമുണ്ട്. അടിപിടിയെ തുടർന്ന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജിബിൻ മരിച്ചതാകാമെന്നും ഇതിനുശേഷം പ്രതികളിൽ ചിലർ ഇയാളെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോകും വഴി മരിച്ചത് തിരിച്ചറിഞ്ഞ് റോഡരികിൽ ഉപേക്ഷിച്ചതാവാമെന്നുമാണ് പോലീസിന്റെ നിഗമനം.